ജ്ഞാനം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൻ്റെ ഫലമായ സംഘത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് ജ്ഞാനം. അത് ഉന്മൂലനം ചെയ്യുന്നത് വരെ നിങ്ങൾ ആരും ജ്ഞാനം എനിക്കുണ്ട് എന്ന് ആരും പറയരുത്. ഉണ്ടോ എന്നുള്ളതിന് തെളിവ് സംഘം പോയോ എന്നാണ് ചോദ്യം. സംഘമുണ്ടെങ്കിലോ ദുഃഖവും സുഖവുമായി, ആവലാതിയായി, വിഷമമായി, സംഘർഷമായി. ഇതൊന്നുമില്ലെങ്കിലോ സംഘമുണ്ടാവില്ല. മനസ്സ് നിലാവ് പോലെ ആവും. പൗർണമി ദിവസത്തെ ശരത്കാലത്തിലെ ചന്ദ്രൻ്റെ പൂനിലാവ് പോലെയാവും. തീർച്ചയാണ് ആ കാര്യം. ഇങ്ങനെ ആയിത്തീരാൻ എന്തു വേണം? അതിനാണ് ജ്ഞാനനിഷ്ഠ. എന്താണ് ഈ ജ്ഞാനനിഷ്ഠ? അതൊരു നിഷ്ഠയാണ്. അതിൽ ജ്ഞാനം മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ, മാർഗമായിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. അവിടെ പൂവില്ല, തുളസിയില്ല, പലകയില്ല, ഒന്നുമില്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും മാത്രം. മനസ്സിന് ഭാവന ചെയ്യാനും ബുദ്ധി കൊണ്ട് ആലോചിക്കാനും ചില തത്വങ്ങളും മൂല്യങ്ങളും നിഷ്ഠകളുമുണ്ട്. ഈ ജ്ഞാനനിഷ്ഠയെ കേവല ജ്ഞാനനിഷ്ഠ എന്ന് വിശേഷിപ്പിക്കുമ്പോഴാണ് അവിടെ സന്യാസവും അതുപോലെയുള്ള തപസ്സും ആജീവനാന്ത തപസ്സും വരുന്നത്. ഈ ജ്ഞാനനിഷ്ഠ കലർത്തിയിട്ടല്ല കൊണ്ടു നടക്കുന്നത്, കേവലമായിട്ടാണ്. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, എന്ത് കർമ്മനിഷ്ഠ, പൂജാനിഷ്ഠ, ജപനിഷ്ഠ, വ്രതനിഷ്ഠ, പലതരത്തിലാണ്. ഉപവാസം എന്ന് പറയണത് ഒന്ന്, പൂജ എന്ന് പറയണത് വേറെ ഒന്ന്. ഒരിക്കലും അങ്ങനെ പലതരത്തിലുള്ളതാണ്. നമുക്ക് അനവധി ഉണ്ടേനും അതൊക്കെ ഐന്ദ്രിയ തലത്തിൽ, ദൈഹിക തലത്തിൽ നടക്കുന്ന നിഷ്ഠകളാണ്. ഇപ്പോൾ സഹസ്രനാമം ഒരു ദിക്കിലിരുന്ന് വായിച്ചു, വേദങ്ങളും ശാസ്ത്രങ്ങളുമെല്ലാം പാരായണം ചെയ്തു. ഈ പാരായണം എന്ന് പറയുമ്പോൾ തന്നെ എന്താ? വായ കൊണ്ട് ഉറക്കെ ജപിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു വാചികമാണ്. അപ്പോൾ ഐന്ദ്രിയ തലത്തിലും വാചിക തലത്തിലുമുള്ള നിഷ്ഠകളെ പറ്റിയിട്ടേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. എന്നാൽ വേറെ ഒരു നിഷ്ഠയുണ്ട്. വേദങ്ങളിൽ തന്നെ 2 ഭാഗമാണല്ലോ, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന 2 ഭാഗം. അതിൽ കർമ്മകാന്ഡമാണ് ആദ്യം സംഹിതയും ബ്രാഹ്മണവും. എല്ലാ വിധത്തിലുള്ള സ്തുതികളും സൂക്തങ്ങളുമൊക്കെ ശബ്ദം കൊണ്ട് ചെയ്യണതാണ്. കർമ്മം എന്ന് പറയുന്നതിലോ ദ്രവ്യങ്ങളെടുത്ത് അഗ്നിയെ ജ്വലിപ്പിച്ച് അഗ്നികുണ്ഡത്തിൽ മന്ത്രതന്ത്രങ്ങളോടുകൂടി അതിനെ ഹോമിക്കുക, അതാണ് കർമ്മങ്ങൾ. ഇത് രണ്ടും ദൃശ്യമായിട്ടുള്ള ഐന്ദ്രിയ തലത്തിലും വാചിക തലത്തിലും നടക്കുന്നതാണ്. ജ്ഞാനനിഷ്ഠ എന്ന് പറയുമ്പോഴോ ഇത് രണ്ടും അങ്ങോട്ട് വഴിമാറും. എന്നിട്ട് മനസ്സിലും ബുദ്ധിയിലും മാത്രം ഉറച്ചു നിൽക്കണം. അങ്ങനെ ഒരു നിഷ്ഠയുണ്ട് കൂട്ടരെ, നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കണം. ഭഗവത്ഗീത പൊടുന്നനെ കൃഷ്ണൻ നടത്തിയ ഒരു സംവാദമാണ്. പെട്ടെന്നാണ് ഉണ്ടായത്. ടപ്പ് എന്ന് ഈയാമ്പാറ്റ പുറപ്പെടുന്ന മാതിരിയ സംസാരം ഉണ്ടായത്. പക്ഷേ അതൊരു ശാസ്ത്രമായിട്ട് സ്ഥാനം പിടിച്ചിരിക്കുന്നു നമ്മുടെ സംസ്കാരത്തിൽ. എവിടെ? പ്രസ്ഥാനത്രയത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ഒരു ഭാഗത്ത് ഉപനിഷത്തുകൾ അനാദിയായിട്ടുള്ളത്, മറുഭാഗത്ത് വേദവ്യാസ മഹർഷി എഴുതിയിട്ടുള്ള ബ്രഹ്മസൂത്രം, 500 ചില്ലാനം സൂത്രങ്ങൾ. അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ ഭഗവത്ഗീത ഉപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രത്തിനും കൃഷ്ണ പരമാത്മാവ് നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാന വിവരണമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് വലിയ ഒരു ശാസ്ത്രമാണ്. ഒരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് പൊടുന്നനെ സംസാരിച്ച ഒരു സംസാരം അല്ലെങ്കിൽ ഒരു സംവാദം മാത്രമായാൽ പോരാ. ആ ശാസ്ത്രത്തിൻ്റെ വശമാണ് എന്ത്? കർമ്മം, ജ്ഞാനം. ഇത് രണ്ടും ചർച്ച ചെയ്യണം. അതുകൊണ്ടാണല്ലോ കർമ്മയോഗം, കർമ്മജ്ഞാനയോഗം, കർമ്മസന്യാസയോഗം എന്നിങ്ങനെ പല യോഗങ്ങളുടെ പേരവിടെ വന്നത്. എന്താ? 18 അധ്യായത്തിന് 18 പേരാണ്. വിഷാദ യോഗത്തിൽ നിന്ന് തുടങ്ങി അവസാനം കൊണ്ടെത്തിയിരിക്കുന്നു. സന്യാസയോഗത്തിലാണ് അവസാനിപ്പിക്കുന്നത്. ത്യാഗം എന്താ, സന്യാസം എന്താന്ന് ചോദിച്ചാൽ സന്യാസത്തിനെ പറ്റി ആരാ സംസാരിക്കുക? സാധാരണ ഗൃഹസ്ഥന്മാരല്ല സംസാരിക്കുക, സന്യാസിമാരാ. അപ്പോൾ ഈ സന്യാസം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും മംഗളകരവും പവിത്രവുമായിരിക്കുന്ന ഒരു പരിണാമം, നേട്ടമാണ്. എവിടെ? മനുഷ്യൻ്റെ ഉൾവ്യക്തിത്വത്തിൽ. എന്താ ഈ ഉൾവ്യക്തിത്വം? മനനം ചെയ്യുന്ന മനസ്സും വിചിന്തനം ചെയ്യുന്ന മനസ്സും ആലോചിച്ച് നിശ്ചയിക്കുന്ന ബുദ്ധിയും, ഇത് രണ്ടിലും വരുന്ന മാറ്റം അല്ലെങ്കിൽ ശുഭോദർക്കത, ഇത് വളരെ നല്ല പോലെ മനസ്സിലാക്കണം. ഈ ജ്ഞാനനിഷ്ഠ എന്താണെന്നുള്ളതും കൃഷ്ണനെ സൂചിപ്പിക്കാതെ പറ്റില്ല. കാര്യം, അർജുനൻ യുദ്ധം ചെയ്യാൻ പോവാണ്. അതിന് 2-2.5 മണിക്കൂറേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ അർജുനനെ അതിനെ സജ്ജമാക്കി തീർക്കണം. ഇപ്പോഴത്തെ നിലയെന്താ? അമ്പും വില്ലും താഴത്തിട്ടു, നിൽക്കാൻ വയ്യാതെ ഇരുന്നു, വായിൽ ഉമിനീരില്ല, വറ്റി, മനസ്സ് ഭ്രമിച്ചു, വട്ടം തിരിഞ്ഞു. ബുദ്ധിയാണെങ്കിൽ യുദ്ധം ചെയ്യരുതേ, മഹാപാപാണേ എന്നാണ് ഉപദേശം. അങ്ങനെ എല്ലാം കൊണ്ടും തോറ്റു നിൽക്കുന്ന അർജുനനെ യുദ്ധത്തിന് മുമ്പ് തൻ്റെ മനസ്സിൻ്റെ മുൻപിൽ വിജയിയാക്കണം, തൻ്റെ ബുദ്ധിയുടെ മുൻപിൽ കേമനാക്കി തീർക്കണം. അപ്പോഴേ ഗാന്ധീവം കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അവിടെ തപസ് ചെയ്യാനൊരു സമയമില്ല, കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്തെങ്കിലും കൊക്കോക്കോലയോ
പെപ്സിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിനും അവിടെ സമയമില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത്? വായ കൊണ്ട് പറയുക, അർജുനൻ്റെ ചെവിയെ കൊണ്ട് കേൾപ്പിക്കുക, എന്നിട്ട് നേടേണ്ടതൊക്കെ നേടിക്കൊടുക്കുക. ഇതാണ് ആവശ്യം. അപ്പം അതങ്ങനെ പലതും പറഞ്ഞു പോയപ്പോൾ 18-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ ജ്ഞാനനിഷ്ഠയെ മാത്രമല്ല കേവലജ്ഞാനനിഷ്ഠയെ വിവരിക്കുന്നുണ്ട്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം.